നഗരക്ഷേമവും നഗരവികസനവും മുൻനിർത്തി 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അവതരിപ്പിച്ചു. My school, Gurushree Public School, we have our physics, chemistry, biology and computer lab. We have the largest playground with best sports facility in Kodungallur. Gurushree Public School, Pullot, Kodungallur. Admission started for new academic year. നഗരക്ഷേമവും വികസനവും മുൻനിർത്തി 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അവതരിപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് ബജറ്റ് അവതരിപ്പിച്ചു. 222,82,19,968 രൂപ വരവും 219,62,64,74,000 രൂപ ചിലവും 4,19,45,968 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. നഗരസഭ ഓഫീസിനു മുന്നിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കൽ, ടൂറിസം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ, സ്റ്റേഡിയം നവീകരണം, എല്ലാ വാർഡുകളിലും ഓപ്പൺ ജിമ്മുകളും കളിസ്ഥലങ്ങളും സ്ഥാപിക്കൽ, അമ്പെയ്ത്ത് പരിശീലന കേന്ദ്രം തുടങ്ങൽ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കൽ, ചന്തപ്പുര ബസ് സ്റ്റാൻഡ് നവീകരണം, പൊട്ടുവെള്ളരി വിപണന കേന്ദ്രം, നീന്തൽ പരിശീലന കേന്ദ്രം, സഞ്ചരിക്കുന്ന ക്രിമിറ്റോറിയം, മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ CCTV സ്ഥാപിക്കൽ, സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ച് മുനിസിപ്പൽ കപ്പ് തുടങ്ങിയ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭവനരഹിതരായ മുഴുവൻ കുടുംബങ്ങൾക്കും സുരക്ഷിതമായ പാർപ്പിടം ലഭ്യമാക്കുക എന്നതാണ് ബജറ്റിന്റെ പ്രധാന ലക്ഷ്യം. PMAY പദ്ധതിയിലേക്കുള്ള നഗരസഭാ വിഹിതമായി 1,91,66,800 രൂപയും ഭവന പുനരുദ്ധാരണത്തിന് ജനറൽ വിഭാഗത്തിന് 21 ലക്ഷം രൂപയും ആശ്രയ പദ്ധതിക്കായി 12 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ശുചിത്വ മേഖലയ്ക്ക് 84,33,400 രൂപയും വയോജനക്ഷേമത്തിനായി 41,17,500 രൂപയും വകയിരുത്തി. ഭിന്നശേഷിക്കാരായവർക്ക് സ്കോളർഷിപ്പ്, കലാകായിക മത്സരങ്ങൾ എന്നിവയ്ക്കായി 56.25 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. SC വിഭാഗത്തിനുള്ള പദ്ധതികൾക്കായി മൊത്തം 1,09,57,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്കായി 2,89,23,350 രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1.2 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി. നഗരസഭാ പ്രദേശത്തെ എയ്ഡഡ് ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളെ കൂട്ടിച്ചേർത്ത് വിദ്യാഭ്യാസ സമുച്ചയം രൂപീകരിക്കാനാണ് ലക്ഷ്യം. പാശ്ചാത്തല വികസന മേഖലയിൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 6,78,26,500 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബജറ്റിന്മേലുള്ള ചർച്ച വെള്ളിയാഴ്ച നടക്കും. വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് വൈസ് ചെയർമാൻ ശ്രീമതി സുമിത നിസാഫ് അവതരിപ്പിക്കുകയാണ്. ഇത് ഈ കൗൺസിലിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് സമ്മേളനമാണ്. കഴിഞ്ഞ പല ദശകങ്ങളായി കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ബൃഹത്തായ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നഗരവികസനത്തെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കാഴ്ചപ്പാടാണ് ഈ ബഡ്ജറ്റ് രേഖ ഉൾക്കൊള്ളുന്നത്. 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. ഏതാണ്ട് എല്ലാ മേഖലകളിലും കേരളം ഒരു പുതിയ മോഡൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയ മോഡലുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശയകരവും അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടായിട്ടിരിക്കുന്നത്. 14ാം പഞ്ചവത്സര പദ്ധതിയിലെ അവസാന വർഷ പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ വരുന്നത്. വർഷത്തെ പുതുക്കിയ ബജറ്റും 2026-27 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ വലിയ ദൗത്യമായി ഞാനിതിനെ കാണുന്നു. ഉചിതമായ ഉപദേശങ്ങൾ നൽകി ഈ ബജറ്റ് കുറ്റമറ്റതാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. കേരളത്തിന്റെ തന്നെ ചരിത്ര ഭൂപടത്തിൽ വിപ്ലവാത്മകമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ എൻ്റെ കൃത്യനിർവഹണത്തിലൂടെ ഒരു ഭൂപ്രദേശത്തെയല്ല അഭിസംബോധന ചെയ്യുന്നത്, മറിച്ച് മനുഷ്യ സാഹോദര്യത്തിന്റെയും അതിജീവനത്തിന്റെയും വിസ്മരിപ്പിക്കുന്ന ഒരു മഹാചരിത്രത്തെയാണ് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. മതസാഹോദര്യത്തിന്റെ മഹത്തായ മാതൃകകൾ ഈ മണ്ണിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദും സെന്റ് തോമസ് വന്നിറങ്ങി എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്രൈസ്തവ കേന്ദ്രങ്ങളും ജൂത പള്ളികളും ഈ പ്രദേശത്തിന്റെ വിശാലമായ മതേതര കാഴ്ചപ്പാടിന്റെ തെളിവുകളാണ്.
കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ അതിപ്രശസ്തമായ മീനഭരണി ഉത്സവം നമ്മുടെ നാട്ടിലെ കീഴാള ജനതയുടെയും സാധാരണക്കാരുടെയും പ്രതിരോധത്തിന്റെയും ആത്മപ്രകാശനത്തിന്റെയും ഭാഗമായി രൂപം കൊണ്ട ആചാരമാണെന്ന് കൂടി ചരിത്രത്തിൽ നിന്ന് നാം വായിക്കുന്നു. പുരാതന കാലത്ത് ലോകത്തിനു മുന്നിൽ കേരളത്തിന്റെ വാതിലായിരുന്ന മുസിരിസ് എന്ന ഈ തുറമുഖ നഗരം കേവലം സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ കേന്ദ്രം മാത്രമായിരുന്നില്ല. അത് ആശയങ്ങളുടെയും സംസ്കാരങ്ങളുടെയും വിനിമയ കേന്ദ്രമായിരുന്നു. ചേരമാൻ പെരുമാൾമാരുടെ തലസ്ഥാനമായ മഹോദയപുരം അടിച്ചമർത്തലുകളില്ലാത്ത ഒരു ആഗോള നഗരമായാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. 20-ാം നൂറ്റാണ്ടോടെ കൊടുങ്ങല്ലൂർ ഒരു പുതിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചു. നൂറ്റാണ്ടുകളായി അനുഭവിച്ചു പോകുന്ന ജന്മിത്വത്തിനും നാടുവാഴ്ത്തത്തിനുമെതിരെ ഈ മണ്ണിലെ കർഷകരും തൊഴിലാളികളും നട്ടിലുയർത്തി നിൽക്കാൻ പഠിച്ചു. കുടികിടപ്പ് ഭൂമിക്കായുള്ള സമരങ്ങളിൽ മുന്നണി പടയാളികൾക്ക് ചോരയൊഴിക്കേണ്ടി വന്നതും ചരിത്രം. ഇന്ന് നമ്മൾ കാണുന്ന വികസിത കൊടുങ്ങല്ലൂർ ഈ പോരാട്ടങ്ങളുടെയും ദീർഘവീക്ഷണമുള്ള ഭരണത്തിന്റെയും ഫലമാണ്. മതമൗലികവാദവും വർഗീയതയും നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ നമുക്ക് നൽകുന്ന പാഠം മതേതരത്തിന്റെയും തൊഴിലാളി ഐക്യത്തിന്റേതുമാണ്. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, പടിയെടുക്കുന്നവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു നല്ല നാളേക്കായി കൊടുങ്ങല്ലൂരിലെ സമൂഹം ഒന്നിച്ചു നിൽക്കും എന്ന നിറഞ്ഞ പ്രതീക്ഷയിലാണ് ഞാൻ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ പൗരസമൂഹത്തിന് മേന്മയാർന്നതും അന്തസ്സുള്ളതുമായ ജീവിതം കരഗതമാകും വിധം അനുഗ്രഹീത നഗരമാക്കി കൊടുങ്ങല്ലൂരിനെ മാറ്റിയെടുക്കുക എന്നതാണ് നഗരവികസന പദ്ധതികളുടെ ലക്ഷ്യമാക്കുന്നത്. അത് സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുകയും സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയും ചെയ്യും. നഗരത്തിൽ നിത്യേന വന്നു പോകുന്ന ജനസഞ്ചയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമ്പൂർണ്ണ ഖരദ്രവ്യ മാലിന്യ സംസ്കരണം, ജലസ്രോതസ്സുകളിലെ മാലിന്യ നിർമ്മാർജ്ജനം, ഉന്നമനത്തിനു വേണ്ടിയുള്ള വികസനം, ഭവനരഹിതർക്കുള്ള പ്രശ്നപരിഹാരം, ഗതാഗത കുരുക്ക്, പാരിസ്ഥിതിക